അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് വർഷങ്ങളോളം ആ പൂതി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും. അങ്ങനെ കൊല്ലങ്ങളോളം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമ്പത്തൊരുക്കൂട്ടുകയും അവസാനം ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ആ സമ്പത്തെല്ലാം ദാനം ചെയ്ത ഒരു ഹാജിയുടെ കഥ മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നാം ലബ്ബൈക്കിൽ സംസാരിക്കുന്നത്. മുൻഗാമികളിൽപ്പെട്ട ഒരാൾക്ക് ഹജ്ജിന് പോകാൻ അതിയായ താല്പര്യം. ബഗ്ദാദിലേക്ക് വന്ന ഒരു യാത്രാ സംഘത്തോടൊപ്പം അദ്ദേഹം ഹജ്ജ് യാത്രക്കൊരുങ്ങി. കയ്യിലുണ്ടായിരുന്ന 500 സ്വർണ്ണ നാണയം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ ഹജ്ജ് യാത്രക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു സാധുവായ സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. എനിക്ക് ധാരാളം പെൺമക്കളുണ്ട്. 4 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ധരിക്കാനുള്ള ആവശ്യമായ വസ്ത്രങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഹബീബായ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞ ഈ സങ്കടകരമായ വാർത്ത കേട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 സ്വർണ്ണ നാണയം ആ സ്ത്രീക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഈ 500 സ്വർണ്ണ നാണയം ഉപയോഗിക്കാം. ആ സ്ത്രീ വളരെ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ വർഷം ഹജ്ജിന് പോകാനുള്ള താല്പര്യം ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ജനങ്ങളെല്ലാം ഹജ്ജിന് പോയി. ഞാൻ യാത്ര പോകാൻ ആഗ്രഹിച്ച യാത്രാ സംഘവും ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്തു. അങ്ങനെ ഹാജിമാർ തിരിച്ചു വരാനുള്ള സമയമെടുത്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടി പോകട്ടെ. അങ്ങനെ ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ഓരോ ഹാജിയെ കാണുമ്പോഴും ഞാൻ അവരോട് പറയും, ഖബലല്ലാഹു ഹജ്ജക്ക, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്നോട് ഓരോ ഹാജിയും തിരിച്ചു പറയും, വ അൻത ഖബലല്ലാഹു ഹജ്ജക്ക വ ശക്കറ സഅയക, നിങ്ങളുടെ ഹജ്ജും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല ഫലവത്താക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയും, മാ ഹജ്ജതു സന, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ ഹാജിയും എന്നോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ലേ? അലം അൽഖക വനഹ്നു ദാഹിബുൽ അർഫ, ഞങ്ങൾ അർഫയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കണ്ടല്ലോ. മറ്റു ചിലർ പറയും, അലം തസ്ഖനി മൗളിയ കഥ, ഇന്നാലിന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തന്നല്ലോ. ചിലരെന്നോട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങി തന്നല്ലോ. ഇങ്ങനെ കാണുന്നവരെല്ലാം മിനയിൽ വെച്ച്, അറഫയിൽ വെച്ച്, മുസ്ദലിഫയിൽ വെച്ച്, മത്വാഫിൽ വെച്ച് എന്നെ കണ്ട കഥകളെല്ലാം എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, മാ അദ്രി മാ തഖൂലൂൻ, റബ്ബേ, ഇവരെന്താണ് ഈ പറയുന്നത്? എനിക്കറിയില്ലല്ലോ, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങുമ്പോൾ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ, ലാ തഅജബ് മിൻ തഹ്നിയത്തിൻ നാസി ലക ബിൽ ഹജ്ജ്, ജനങ്ങൾ നിങ്ങളെ ഹജ്ജ് ചെയ്തതിൻ്റെ പേരിൽ ആശംസിക്കുന്നത് കേട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അഗസ്ത മൽഹൂഫൻ വ അഗ്നൈത ലഈഫൻ മിൻ വലദി, എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സാധുവായ സ്ത്രീയെ നിങ്ങൾ സഹായിച്ചല്ലോ. ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു. അങ്ങനെ നിങ്ങളുടെ രൂപത്തിലുള്ള ഒരു മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുകയും ഹജ്ജ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ എന്നെ അറിയിക്കുകയുണ്ടായി. ഇമാം മുഹിബ്ബു ത്വബരി റളിയല്ലാഹു അൻഹു അത്തശ്ഫീഖ് ഇലൽ ബൈത്തിൽ അതീഖ് എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ചരിത്രം ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. ധാരാളം കാലം ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുകയും സമ്പത്തെല്ലാം ഒരുക്കൂട്ടുകയും അവസാനം പാവപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് വേണ്ടി ആ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത ഉദാരനായ ഒരു മഹാന്റെ ചരിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവരെ സഹായിക്കാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.